അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ പാലക്കാട് തിരിച്ചെത്തിയിട്ടുണ്ട്. സ്കൂളൊക്കെ തുറന്നില്ലേ അല്ലേ? പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയി. ഇത് സൺഡേ ആണ് കേട്ടോ. നമ്മൾ സാറ്റർഡേ നൈറ്റ് തിരിച്ചെത്തി. സൺഡേയിലത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം തേങ്ങ, ചക്ക, ഫസ്റ്റ് ചക്ക കിട്ടിയിട്ടോ, ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അതിൽ ചക്ക മുറിക്കണതൊക്കെ വേണമെങ്കിൽ കാണിക്കാം. ആരെങ്കിലും ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ. അവിടെ ഒരു ചക്ക കൊതിച്ചുണ്ട് അനിയത്തിൻ്റെ മോളെ. അപ്പം ആ ചക്ക കണ്ടിട്ട് അവള് ഇതിൻ്റെ പകുതി ജിനിമ കൊണ്ടുപോയാൽ മതി, പകുതി ഇവിടെ വെച്ചൂടെ ചോദിച്ചിട്ടോ. അപ്പം ഉമ്മാറിന് നീ അത് ഫുള്ള് കൊണ്ടേക്കോ, കാരണം ഇവിടെ ഉണ്ട് ചക്ക, അതാവുമ്പോഴത്തേക്കും അതിപ്പോൾ അടുത്താകും, അപ്പം നീ ഇത് കൊണ്ടേക്കോ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ ചെറിയ ചക്കയാണ്. പിന്നെ എന്താ ഇതാ ഇക്ക കൊണ്ടുവന്നിരുന്ന കുനാഫ. നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണ്ടേ, ഇതിങ്ങനെ കുറച്ച് ഹൈലൈറ്റ് പോലെ ഇങ്ങനെ കാണിച്ച് വിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം പരിപാടി ചായ വെക്കൽ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പാലൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ നല്ല ജലദോഷം പിടിച്ചേക്കുവാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ. ചില ആൾക്കാർക്ക് എൻ്റെ ജലദോഷം പിടിച്ച സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ എന്തായാലും എനിക്ക് സംസാരിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കഫക്കെട്ടൊന്നുമില്ല, ജലദോഷം മാത്രമേ ഉള്ളൂ. വീട്ടിൽ പോയിട്ട് തടിച്ചോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്നെ കാണുമ്പോൾ. ഇന്നലെ ഒരു ലേഡി എന്നെ കണ്ടിട്ട് മറ്റേ കല്യാണമെന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ച്, അതായത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല തടിയെ തോന്നുന്നുണ്ട്, നേരിട്ട് കാണുമ്പോൾ അത്ര ഇല്ല, നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരം. ഞാൻ ആകെ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷവും എല്ലാം ഉണ്ട് കേട്ടോ, ഞെട്ടലും ഒക്കെ പാടായിട്ടായിരുന്നു കേട്ടോ എനിക്കത്. ഒരു പാലക്കാടുള്ള തന്നെയാണ്, ഒരു ഹൗസ് വൈഫാണ്, പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. എൻ്റെ ഡെയിലി വ്ളോഗ് എപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൗണ്ട് മാറിയിരിക്കണു എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല ജലദോഷം പിടിച്ചുകൊണ്ടാണ് കേട്ടോ. ജിനിക്കുട്ടി പനിയാണോ സൗണ്ട് മാറിയിരിക്കുന്നു? സാരിയിൽ നല്ല മഞ്ചുത്തി ആയിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അയ്യോ ഓക്കെ, താങ്ക് യു. സാരി എനിക്ക് ഉടുത്ത രസമാണ് എന്നുള്ളത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാരി ഉടുത്ത് നടക്കലാണ് ഭയങ്കര ടാസ്ക്കാണത്. പിന്നെന്താണ്, പോത്തൂഴിക്കാവ് എന്നാണ്, ഞാൻ എന്തോ പോത്തുണ്ടിക്കാവ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നു അല്ലേ ആ പ്ലേസിന്, പോത്തൂഴിക്കാവ്. അതെനിക്ക് എത്ര മൈൻഡിൽ വെച്ചാലും നിൽക്കുന്നില്ല, നമ്മളധികം കേട്ട് പരിചയമില്ലാത്ത ഒരു സ്ഥലമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചായയൊക്കെ റെഡിയാക്കി. അയൻകുട്ടി ചായ കുടിക്കണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടുതലിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ ഗ്ലാസ്സിലേക്ക് മാത്രം കുറച്ച് പഞ്ചസാര കൂടുതലിട്ടു. അങ്ങനെ ചായക്ക് റെഡിയായി. വിരുന്ന് പോയി കഴിഞ്ഞ് വന്ന് ഫസ്റ്റ് ഡേ നമുക്കൊരു തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയൊരു സിക്കും ഒക്കെ ഉണ്ടാവും. നമുക്ക് എത്ര ദിവസം നിന്നാലും ഒരു തിരിച്ചു വരുമ്പോഴുള്ളൊരു ഇത് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഉണ്ടാവാറില്ല, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്താണെന്ന് അറിയില്ല ഉണ്ടായിരുന്നു. ഇക്കാനോട് പറഞ്ഞപ്പോൾ പറയാണ്, ഇത്രയും ദിവസം നിന്നിട്ട് നിനക്ക് ഇപ്പോൾ ഹോം സിക്ക് ചോദിച്ചു എന്നോട്. അപ്പോൾ എന്താ അറിയില്ല, പെട്ടെന്നൊരു ഇത്. അപ്പോൾ എനിക്കാണെങ്കിൽ സ്പീഡിലൊന്നും ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ പതുക്കെയാണ്, കുറച്ചധികം തടിച്ച പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ജിമ്മൊന്നും ഇല്ലല്ലോ, ഇനിയൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും ഞാൻ. എനിക്ക് ഇപ്പോഴാണ് കേട്ടോ അറിയണത്. അപ്പോൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ചായ എല്ലാം കുടിച്ചു. ഫ്രീസറിൽ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പോയിട്ട് പുറത്തൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്കിന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രീസറിൽ കണ്ടപ്പോഴാണ് കുനാഫ ചോക്ലേറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. ഇതിന് 250 അങ്ങനെ എന്തോ ആണ് റേറ്റ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറുതാണ് കേട്ടോ, അത് 50 രൂപ ഉണ്ട് എന്നിട്ടും അതിന്. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് കാറിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ ഇറക്കാന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടത് മാത്രം ഇറക്കിട്ടോ. കാരണം രാത്രി എത്തുമ്പോഴേ 11:30 ആയിരുന്നു.
ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം പോയി കിടക്കുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് രാത്രി യാത്ര ചെയ്യാനാണ് ഇഷ്ടമുള്ളത് കേട്ടോ. പകല് അത്ര വലിയ ഇഷ്ടമല്ല. രാത്രി ഇങ്ങനെ പോരുമ്പോൾ അതിൻ്റെതായൊരു പിന്നെ ഇക്ക പറയുന്നത് എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കും. ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. ഫ്രണ്ടിലിരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും മാക്സിമം കടിച്ചു പിടിച്ചിരിക്കും. കാരണം അടുത്ത ഡ്രൈവർ സീറ്റിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പോൾ അവർക്ക് ഉറക്കം വരും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഒരു ചാക്കിലെടുത്ത് അയൻകുട്ടി അതിനെ കൊണ്ടുപോയിട്ട് ബാക്കിലൊന്ന് കൊട്ടിയെടുക്കുകയാണ്. പിന്നെ ഞാൻ വീണ്ടും ഒരു ചാക്ക് തേങ്ങയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൽ തന്നെ നിറച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ വിചാരിച്ചു. പിന്നെ പെട്ടികളൊന്നും ഇറക്കിയിരുന്നില്ല. അപ്പോൾ പെട്ടികളൊക്കെ ഒന്ന് പോയി ഇറക്കിയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഇരുന്നു കേട്ടോ. ചക്ക മാത്രം നമ്മൾ ഇറക്കി. ചക്ക അതിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്മെല്ലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള തേങ്ങ അവന് ചാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു ട്രാവൽ ബാഗാണ്, ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ വേഗം എടുക്കുന്നതാണത്. എൻ്റെ മുതുകിൽ ഞാൻ തൂക്കിയ സംഭവമാണ് കേട്ടോ. ബസ്സിൽ പോകുമ്പോൾ സുഖമാണ് കേട്ടോ അതുണ്ടെങ്കിൽ. അപ്പം അതെല്ലാം നമ്മളിതാ ഇതുപോലെ ഇതിലൊരു പെട്ടി തന്നെയാണ് ഇത്. മറ്റേ പെട്ടി വെറുതെ കൊണ്ടുപോയി, ഒന്നും തുറക്കെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും എനിക്കൊരു കൺഫ്യൂഷനാണ്. കാരണം എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാലോ എന്ന് നമ്മൾ ആലോചിക്കൂലേ. അപ്പം ഒരു കൺഫ്യൂഷൻ കാരണം ഞാൻ കുറച്ചധികം ഡ്രസ്സുകൾ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇക്കാക്ക് കുറച്ചധികം വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി വാഷിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കണം. അപ്പം ഇന്നലെ നമ്മൾ വീട്ടിൽ ബിരിയാണി വെച്ചിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചു. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അലനല്ലൂർക്ക് ഒരു ആവശ്യം ഉണ്ടായപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉമ്മ ബിരിയാണിയൊക്കെ വെച്ചത്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ റിഹാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവനക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ബിരിയാണി ബീഫൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചൂടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചല്ലേ, ഇനി ഉച്ച വരെ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതിനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിക്കാൻ കൊടുക്കണം. കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു. നമ്മൾ മാർക്കറ്റ് സിറ്റി മാളിൽ പോയപ്പം ഒത്തിരി ആൾക്കാരെ, നെസ്റ്റോയിൽ പോയപ്പോഴും ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നതിനോട് കുറെ പേര് സംസാരിച്ചു, കുറെ പേര് ജസ്റ്റ് ചിരിച്ചിട്ട് പോയി, കുറെ പേരിങ്ങനെ മാറി നിന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി വന്ന് സംസാരിക്കാൻ മടിയുള്ളവർ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയും കൂടിയാണ്. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അതിനെ ചൂടാക്കി ഞാനൊരു കാസറോളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ്, റിഹ മാത്രം ബീഫ് കഴിക്കുള്ളൂ, ഉമ്മയും ഉപ്പയും കഴിക്കില്ല. അപ്പോൾ ഇച്ചിരി ബീഫ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അവൾക്കും അമ്മേൻ്റെ ബീഫും ബിരിയാണിയും കഴിക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഞാനിങ്ങനെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെയൊന്നും ഇതാക്കുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഓക്കെ. അങ്ങനെ ഇതൊന്ന് ചട്നി ആക്കണം. ഞാൻ ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഇതുപോലെ. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ചട്നിയിൽ കടുക് താളിച്ചെടുക്കണം പോലെ എടുക്കുക. പിന്നെ റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കടുക് താളിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ജലദോഷം മാറുന്ന വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ കടുക് താളിക്കുമ്പോൾ എപ്പോഴും ചട്നി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറില്ല, കടുക് ഈ ഒരു ഭാഗത്തേക്ക് ഒഴിക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ പ്ലേറ്റുകളൊക്കെ ഒന്ന് കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയത്, ബിരിയാണി ചൂടാക്കിയത്, ബീഫും കൊണ്ടുവച്ച് ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. പൊതുവേ പിള്ളേർ ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി ബിരിയാണി രാവിലെ ചൂടാക്കി കൊടുത്താൽ കഴിക്കാറുണ്ട്, ഞാനും കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കംപ്ലീറ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ലഞ്ചൊക്കെ ഞാൻ വിശദമായിട്ട് എന്താ പറയുക വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകും വേണം, അതുകൊണ്ട് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. പിന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാനും ഉമ്മയും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3.5 ഗ്ലാസ് ചായ വയ്ക്കും, 3.5 അല്ല 4.5. അപ്പം അതിനനുസരിച്ച് പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് പാൽപ്പൊടിയല്ല ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മളിതാ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് കുടിക്കുക കേട്ടോ.
നമ്മുടെ ചായയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുറേ ദിവസമായിട്ടുണ്ടാവില്ലേ ചായ വീഡിയോ ഒക്കെ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ചായ വീഡിയോ ഉള്ളൂ. എൻ്റെ അടുത്ത് അവിടെ നിന്ന് പോയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ തിരക്കായ കാരണം നമ്മൾ അങ്ങനെ വീട്ടിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്തത് വളരെ കുറച്ച് ഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കഹാനി, ഉമ്മാൻ്റെ വീട്, ഇങ്ങനെയൊക്കെ ആയിട്ട്. ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോഴും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്കിപ്പോൾ അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം, വീഡിയോ ചെയ്യാനല്ല എനിക്കിഷ്ടം. അത് കാരണമാണ് ഞാൻ അതൊന്നും എടുക്കാത്തത് കേട്ടോ. ഞാൻ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, നമുക്ക് ബ്ലോഗ് ആക്കാം. പിന്നെ കുറേ ആൾക്കാരും ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്കത് അതിൽ കംപ്ലീറ്റ് ഫീലായിട്ട് അങ്ങനെ ഇരിക്കാനാണ് ഇപ്പം ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്യാത്തത്. വീഡിയോ എടുക്കാൻ നിന്ന വീഡിയോയിലായിരിക്കും ഫുൾ എൻ്റെ ശ്രദ്ധ. പിന്നെ എനിക്ക് അവിടെ സംഭവിച്ചത്, അവിടെ സംസാരിച്ചത് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഇന്നൊരു നാടൻ ചിക്കൻ കറി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെയ്ച്ചോറ്, നമ്മുടെ സാധാരണ ഒരു നെയ്ച്ചോറ്, ഉള്ളിയും തക്കാളിയും ഒന്നും ഇടാണ്ട് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി കേട്ടോ. പെട്ടെന്നൊരു കുക്കിംഗ് അതായിരുന്നു ഇന്നത്തെ ഒരു ഇത്. ഞാൻ കുക്ക് ചെയ്യാൻ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്ക് ചെയ്യാൻ മൊത്തത്തിലൊരു മടിയും സ്പീഡില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ പൊതുവെ വെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതുകൂടി കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. പിന്നെ ചിക്കന് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് വെന്ത ശേഷം ഞാൻ കസൂരി മേത്തി ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും ജസ്റ്റ് ഒന്ന് കാണിക്കാം. നെയ്ച്ചോറ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഗ്രേവിയിലും ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ട് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, അത്രയേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് നെയ്ച്ചോറും ഉണ്ടാക്കും കേട്ടോ. ഇതും ഈസിയാണ് ഉണ്ടാക്കാൻ. ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചിട്ട് തിളച്ച ശേഷം നമ്മൾ അരി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കാം. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഉമ്മ തലേ ദിവസം പായസം ഉണ്ടാക്കിയിരുന്നു, അപ്പം അതും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നെയ്ച്ചോറ് ലഞ്ചിന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടോയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു, നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും, അതിൻ്റെ കൂടെ സാലഡും, പിന്നെ നല്ല സേമിയ പായസമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ. ഫുഡ് കഴിച്ച ശേഷമാണ് ഞങ്ങൾ പിന്നെ കുനാഫ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ മൊത്തത്തിൽ. അപ്പോൾ ഇന്നത്തെ വൈബ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇനി ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നും ഒരേപോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.